ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചരിത്രത്തിന്റെ പല ഏടുകളും ചിതലിന് കൊടുക്കുന്നതിൽ പുരാവസ്തു വകുപ്പും സർക്കാരും ഒരേ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നതിനുള്ള ഉദാഹരണമാണ് ഫറോക്കിലെ ടിപ്പുവിന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ. സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിലെ നൂലാമലകൾ അഴിച്ചെടുക്കുന്നതിന്റെ സുതാര്യത പോലും ഇവിടെ അവഗണിക്കപ്പെടുകയാണെന്നതാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ക്രൈം മാപ്പിംഗ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കോഴിക്കോട് നടന്നു. സംരക്ഷിത സ്മാരകമായ ഫറോക്കിലെ ടിപ്പുവിന്റെ കോട്ട തകർച്ചയിലേക്ക്. സർക്കാരിന്റെ അവഗണനയാണ് ഇതിന് കാരണമെന്ന് ചരിത്ര ഗവേഷകർ. കൂലി വർധനവ് ആവശ്യപ്പെട്ട് കോഴിക്കോട് ചെമ്പോട്ടി തെരുവിലെ ഇ.എം. തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രദേശത്ത് പ്രകടനവും പൊതുയോഗവും. വിശദമായ വാർത്തകളിലേക്ക്. കൂലി വർധനവ് ആവശ്യപ്പെട്ട് കോഴിക്കോട് ചെമ്പോട്ടി തെരുവിലെ ഇ.എം. തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൂലി വർധനവ് ആവശ്യപ്പെട്ട കോഴിക്കോട് ചെമ്പോട്ടി തെരുവിലെ ഇ.എം. തൊഴിലാളികൾ മുതലാളിമാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ കടയുടമകൾ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചത്. തുച്ഛമായ ദിവസക്കൂലിയിലാണ് ഇ.എം. തൊഴിലാളികൾ തൊഴിലെടുക്കുന്നത്. മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നുമില്ല. പരമ്പരാഗത തൊഴിലെന്ന രീതിയിലാണ് പലരും ഈ തൊഴിലിൽ ഏർപ്പെടുന്നത്. മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ഈ മേഖലയിലും യന്ത്രവൽക്കരണം വന്നതോടെ പലർക്കും തൊഴിൽ നഷ്ടമായി. ചുരുക്കം ചിലർ മാത്രമാണ് ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. സമരത്തിലുള്ള തൊഴിലാളികൾ ചെമ്പോട്ടി തെരുവിൽ പ്രകടനം നടത്തി. സുകുമാരൻ, NV, നജീബ്, ബഷീർ, നജിമുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി സൈൻ പ്രിന്റിംഗ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ ചർച്ച ചെയ്യണമെന്ന് മുൻ മന്ത്രി MT പത്മ. സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പരസ്യ മാധ്യമ രംഗത്ത് പ്രിന്റിംഗ് മേഖലയിൽ ആധുനിക വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ലാർജ് ഫോർമാറ്റ് ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീന്റെ കടന്നുവരവോടുകൂടി പ്രിന്റിംഗ് പരസ്യ വ്യവസായം വൻ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സാമ്പത്തിക ചെലവ് കുറഞ്ഞ വളരെയധികം ഇഫക്റ്റീവായ ഈ പ്രിന്റിംഗ് പരസ്യരംഗം ഒട്ടേറെ പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുന്ന അവസരത്തിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത്. തൊഴിൽ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ കരുത്തുറ്റ പ്രതിഷേധങ്ങളും സമരപരിപാടികളും സംഘടന നടത്തിയിരുന്നു. സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്നു. മുൻ മന്ത്രിയും കോർപ്പറേഷൻ കൌൺസിലറുമായ MT പത്മ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജിദ് MK അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ ജയ്സൽ, BJP ജില്ലാ സെക്രട്ടറി ശ്രീപത്മനാഭൻ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് AV അൻവർ, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആദം ഉൽസി, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സെക്രട്ടറി അബ്ദുള്ള മാളിയേക്കൽ, ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ അബ്ദുൾ റഷീദ്, ഓക്ക് ജില്ലാ പ്രസിഡന്റ് മുരളി ബേപ്പൂർ, സംഘടന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് റീഗൽ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ്, PK സേവ്യർ, മനോജ്കുമാർ CP, ഫൈസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി നാരായണൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് ജീവനക്കാർ പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേരള എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ PWD ഉത്തരമേഖലാ കാര്യാലയത്തിന് മുൻപിൽ ധർണ നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് T ദേവദാസൻ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 27-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന കൂട്ട സത്യാഗ്രഹത്തിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് കോഴിക്കോട് PWD ഓഫീസിന് മുൻപിൽ എഞ്ചിനീയറിംഗ് ജീവനക്കാർ കൂട്ട ധർണ സംഘടിപ്പിച്ചത്.
സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കൂട്ടധർണ നടക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഫീൽഡ് ജീവനക്കാർക്ക് PTA അനുവദിക്കുക, വെട്ടിക്കുറച്ച തസ്തികകൾ പുനഃസ്ഥാപിക്കുക, കൃഷിയെ രക്ഷിക്കുക, ജലസേചന വകുപ്പിനെ കാര്യക്ഷമമാക്കുക, പ്രമോഷനുകൾ യഥാസമയം നടത്തുക, ക്വാളിറ്റി കൺട്രോൾ സംവിധാനം കാര്യക്ഷമമാക്കുക, PWD മാനുവൽ എല്ലാ വകുപ്പിലും കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക, വകുപ്പ് തലവന്മാരായി IASകാരെ നിയമിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ നടത്തിയത്. കേരള എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് T. ദേവദാസൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 9ാം ശമ്പള പരിഷ്കരണത്തിലുണ്ടായിട്ടുള്ള എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ ശമ്പള സ്കെയിലുകളിലെ അപാകത 10ാം ശമ്പള കമ്മീഷൻ പരിശോധിക്കണമെന്നും കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം എല്ലാ വിഭാഗം ജീവനക്കാർക്കും നടപ്പിലാക്കണമെന്നും എഞ്ചിനീയറിംഗ് ജീവനക്കാരുടെ തസ്തിക പുനർനാമകരണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം EK ശോഭനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TK സുനിൽകുമാർ, PK ഉദയകുമാർ, T. ഹസൻ തുടങ്ങിയവരും സംസാരിച്ചു. സംരക്ഷിത സ്മാരകമായ ഫറോക്കിലെ ടിപ്പുവിന്റെ കോട്ട തകർച്ചയിലേക്ക് സർക്കാരിന്റെ അവഗണനയാണ് ഇതിന് കാരണമെന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി പുരാവസ്തു വകുപ്പാണ് ഏറ്റെടുക്കേണ്ടത്. ഇതിനെതിരെ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതാണ് സംരക്ഷണ ശ്രമം പാളാൻ മറ്റൊരു കാരണം. സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഫറോക്കിലെ ടിപ്പുവിന്റെ കോട്ടയ്ക്ക് സർക്കാരിന്റെ അവഗണന. സംരക്ഷണ നടപടികൾ നീളുന്നതിനാൽ ടിപ്പുവിന്റെ പടയോട്ടകാലത്തെ ശേഷിപ്പായ പൈതൃക സ്മാരകം നശിച്ചു തീരുകയാണ്. ചുറ്റുപാടും കാട് കയറിയ കോട്ടപ്രദേശത്തേക്ക് കാലുകുത്താൻ പറ്റാതായി. ആളനക്കമില്ലാത്ത ചരിത്രഭൂമിയിൽ കുറുക്കന്മാരും ഇഴജന്തുക്കളും താവളമാക്കി. കോട്ടപ്രദേശത്തെ ചെങ്കൽ പടവുകളോടുകൂടിയ ഭീമൻ കിണറിന് പതനമാണ്. ആൾമറയുടെ കല്ലുകൾ ഇടിഞ്ഞു വീണ് കിണറാകെ കാടുമൂടി. കോട്ടയിലെ മരുന്നറ, ചെറിയ ഗുഹ, ബംഗ്ലാവ്, പുരാവസ്തു അവശിഷ്ടങ്ങൾ എല്ലാം തകർച്ചയുടെ വക്കീലാണ്. പുരാവസ്തു വകുപ്പ് ഇടപെട്ട് സംരക്ഷണ നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ സംരക്ഷിത സ്മാരകം വിസ്മൃതിയിലാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. 1991 നവംബർ 6-നാണ് ഫറോക്കിലെ കോട്ടയും ഇതോടനുബന്ധിച്ചുള്ള 7.74 ഏക്കർ ഭൂമിയും സംരക്ഷിത സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ചത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും കോട്ട ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ചരിത്രമുറങ്ങുന്ന ടിപ്പുവിന്റെ കോട്ടയുടെ പതനത്തിന് വഴിവെക്കുന്നത്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ഫറോക്കിലെ ടിപ്പുവിന്റെ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത് സർക്കാർ ഏറ്റെടുത്താൽ മാത്രമേ സംരക്ഷണ നടപടികൾ ഊർജിതമാക്കാനാകൂവെന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു. നേരത്തെ വ്യക്തിയിൽ ഭൂമി നിലനിർത്തി കോട്ട സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചതോടെ സംരക്ഷണ ശ്രമങ്ങൾ താളം തെറ്റി. സ്റ്റേ നീക്കിക്കിട്ടുന്നതിന് അധികൃതർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുകൂല ഉത്തരവുണ്ടായിട്ടില്ല. 2009 കോട്ടഭൂമിയിൽ ഉദ്ഖനനം നടത്താൻ പുരാവസ്തു വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ലഭ്യമായ പഴയ രേഖകൾ നോക്കി ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയായിരുന്നു പദ്ധതി. കോടതി ഇടപെടലുണ്ടായതോടെ നിർത്തിവെച്ച പദ്ധതി പിന്നീട് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതേസമയം സംരക്ഷിത സ്മാരകമാക്കിയതിനാലും റവന്യൂ രേഖകളിൽ കോട്ടഭൂമി എന്ന് രേഖപ്പെടുത്തിയതിനാലും ഉദ്ഘാടനത്തിന് തടസ്സമില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യം കോടതിയെ ബോധിപ്പിച്ചാൽ അനുകൂല വിധി സമ്പാദിക്കാമെങ്കിലും ഇതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും പരക്കെയുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടിയിൽ സർക്കാർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന LBSന്റെ ഇന്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കാനെത്തിയ LBS റവന്യൂ ഉദ്യോഗസ്ഥരെ പ്രദേശവാസികൾ തടഞ്ഞു. കോളേജ് സ്ഥാപിക്കാൻ വീടും സ്ഥലവും വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് പ്രദേശവാസികൾ ഉറച്ച നിലപാട് എടുത്തതോടെയാണ് ഉദ്യോഗസ്ഥർ പിരിഞ്ഞുപോയത്. സച്ചാർ കമ്മീഷന്റെ കണ്ടെത്തലുകളെ തുടർന്ന് പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന LBSന്റെ ഇന്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജിക്ക് വേണ്ടി പരപ്പനങ്ങാടി പരിയാപുരം കെട്ടുങ്ങൽ ഭാഗത്ത് ഭൂമി ഏറ്റെടുക്കാനെത്തിയ LBS റവന്യൂ ഉദ്യോഗസ്ഥരെയാണ് പ്രദേശവാസികൾ തടഞ്ഞത്. താനൂർ CI R റാഫിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹവുമായാണ് ഉദ്യോഗസ്ഥർ ഭൂമി ഏറ്റെടുക്കാനെത്തിയത്. സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ഉദ്യോഗസ്ഥരെ റോഡിൽ തടയുകയായിരുന്നു. ഈ പ്രദേശത്ത് സ്ഥാപനം വരാൻ അനുവദിക്കില്ലെന്നും വീടും സ്ഥലവും വിട്ടു നൽകാൻ തങ്ങൾ തയ്യാറല്ലെന്നും സ്ഥാപനത്തിന് അനുയോജ്യമായ 10ഓളം സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും സ്ഥാപനം ഇവിടെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നാട്ടുകാർ ഉറച്ച നിലപാടെടുത്തതോടെ പ്രദേശവാസികളുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. തുടർന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉടൻ യോഗം ചേർന്ന് ചർച്ച ചെയ്യാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. പരിയാപുരം, കെട്ടുങ്ങൽ, നെയ്തല്ലൂർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന IIST ഈ നാട്ടിൽ വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് അളക്കാൻ വന്ന, സ്ഥലം കാണാൻ വന്നിട്ടുള്ള തഹസിൽദാരെയും വില്ലേജ് ഓഫീസർമാരെയും അതിനനുവദിക്കാതെ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചയച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ പ്രദേശത്തെ ഒറ്റക്കെട്ടായി ഈ സംരംഭത്തെ എതിർക്കുകയാണ്.
LBS സ്പെഷ്യൽ ഓഫീസർ ജയകുമാർ, തഹസിൽദാർ കാഞ്ചനവല്ലി, വില്ലേജ് ഓഫീസർ തുടങ്ങിയവരും താനൂർ CI R റാഫി, ASI സുബ്രഹ്മണ്യൻ, പ്രബോഷൻ SI സുരേഷ് കുമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്. നിവി ആംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ. ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. Artistry branded jewelry show. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ ഈ മാസം 15-ന് ആരംഭിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം വിവിധ പരിപാടികളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നത്. മുതലക്കുളത്ത് നടന്ന ഗോളടി മത്സരം പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന ബോബി എൻ മറഡോണ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗ് മെയ് 15, 16, 17 തീയതികളിലായാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. കേരളത്തിലെ 14 പ്രസ് ക്ലബ്ബുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിക്കൊണ്ടാണ് മുതലക്കുളം മൈതാനത്ത് ഗോളടി മത്സരം സംഘടിപ്പിച്ചത്. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്റർ ഗോളടി മത്സരം ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി TK ബാലനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി പ്രസ് ക്ലബ് ICJ ഹാളിൽ ഫുട്ബോൾ ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട്. മെയ് 16-ന് വനിതാ ഫുട്ബോളും 17-ന് ഫൈനലിന് മുന്നോടിയായി കേരള പോലീസും ഫറൂഖ് കോളേജ് ടീമും തമ്മിലുള്ള മത്സരവും സംഘടിപ്പിക്കും. മുൻ ഇന്ത്യൻ താരം ബൈചുങ് ബൂട്ടിയ, IM വിജയൻ എന്നിവർ ചേർന്ന് മെയ് 15-ന് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ക്രൈം മാപ്പിംഗ് പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡിയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശീലനം. ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ നടക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളെപ്പറ്റി പോലീസിന് വിവരം ലഭിക്കാനായി ആരംഭിച്ച ക്രൈം മാപ്പിംഗ് പദ്ധതി സംബന്ധിച്ചാണ് പോലീസ് കൺട്രോൾ റൂമിൽ വെച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കു വേണ്ടി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. നോർത്ത് സോൺ ADGP N ശങ്കർ റെഡ്ഡിയുടെയും ക്രൈം ADGP അനന്തകൃഷ്ണന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശീലന പരിപാടി. കെൽട്രോണിലെ വിദഗ്ധരാണ് ക്രൈം മാപ്പിംഗ് പദ്ധതിയെപ്പറ്റി ഉന്നത പോലീസുകാർക്ക് വിശദീകരിച്ചു കൊടുത്തത്. നോർത്ത് സോൺ മേഖലയിലെ DYSPമാരാണ് പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചത്. മൊബൈൽ സ്ക്വാഡിന്റെ പ്രവർത്തനം, ക്രൈം നടന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ എന്നിവയാണ് ക്രൈം മാപ്പിംഗ് പദ്ധതിയിലൂടെ പോലീസ് ശേഖരിക്കുന്നത്. UAPAയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കപട നിലപാടുകളാണ് കൈക്കൊള്ളുന്നതെന്ന് പോപ്പുലർ ഫ്രണ്ട് ദേശീയ സമിതി അംഗം പ്രൊഫസർ P. കോയ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ UAPAയ്ക്കെതിരെ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് നടത്തിയ ബ്ലാക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുഴുവൻ കേസുകളിലെയും UAPA നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റുകളിലേക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ബ്ലാക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ദുർബല പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ മുന്നേറ്റങ്ങളെ അടിച്ചമർത്താനാണ് UAPA ഉപയോഗിക്കപ്പെടുന്നതെന്ന് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. UAPAയുടെ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കപട നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. UAPAയ്ക്കെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരികയും അതുവഴി ഈ കാടൻ നിയമം പിൻവലിക്കാൻ സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട് കലക്ടറേറ്റിന് മുൻപിൽ നടന്ന ധർണ പോപ്പുലർ ഫ്രണ്ട് ദേശീയ സമിതി അംഗം പ്രൊഫസർ P. കോയ ഉദ്ഘാടനം ചെയ്തു. KPMS ജില്ലാ സെക്രട്ടറി മനോജ് പയ്യോളി മുഖ്യപ്രഭാഷണം നടത്തി. അതിൽ മറ്റൊരു വിഭാഗം വരുന്നില്ല.
പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി പി നിസാർ അഹമ്മദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ കെ പി ഒ റഹ്മത്തുള്ള, SDPI ജില്ലാ സെക്രട്ടറി നജീബ് അത്തോളി, പോപ്പുലർ ഫ്രണ്ട് സിറ്റി ഡിവിഷൻ പ്രസിഡന്റ് കെ ഷമീർ തുടങ്ങിയവരും സംസാരിച്ചു. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുവാൻ മറ്റ് കാരണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചമച്ച കഥകളുമായി കേരളത്തിൽ കോൺഗ്രസും CPM-ഉം രംഗത്ത് വന്നിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. BJP ജില്ലാ നേതൃശിബിരം നളന്തയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലയിൽ ബൂത്ത് തല സ്ക്വാഡ് അംഗങ്ങളുടെയും സജീവാംഗങ്ങളുടെയും പരിശീലന ക്യാമ്പുകൾ നടത്തുവാൻ BJP ജില്ലാതല നേതൃശില്പശാല തീരുമാനിച്ചു. ദേശീയതലത്തിൽ നടത്തുന്ന മഹാസമ്പർക്കത്തിന്റെ ഭാഗമായാണിത്. ഈ മാസം 21 മുതൽ ജൂലൈ 21 വരെ ഗൃഹസമ്പർക്കം നടത്തും. മൊബൈൽ ഫോൺ വഴി അംഗങ്ങളായി ചേർന്നവരെ നേരിട്ട് സന്ദർശിക്കും. നളന്തയിൽ നടന്ന നേതൃശില്പശാല സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കപ്പെട്ട ശേഷം കേരളത്തിൽ വളരെ വ്യാപകമായ കുപ്രചരണങ്ങളാണ് കോൺഗ്രസ് CPM ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുവാൻ മറ്റ് കാരണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചമച്ച കഥകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വളരെ വ്യാപകമായിട്ടുള്ള കുപ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും CPM-ന്റെയും ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചമച്ച കഥകളുമായിട്ടാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ് അധ്യക്ഷം വഹിച്ചു. ജില്ലയിൽ 41,000 അംഗങ്ങൾ ഉണ്ടായിരുന്നത് 1 ലക്ഷമായി ഉയർന്നതായി പി രഘുനാഥ് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി വി രാജൻ, MP രാജൻ, TK പ്രഭാകരൻ, MC ശശീന്ദ്രൻ, TK പത്മനാഭൻ, TP സുരേഷ്, ഗിരീഷ് തേവള്ളി എന്നിവർ സംസാരിച്ചു. വീടിന്റെയും നാടിന്റെയും മഹത്വം കുട്ടികളുടെ കൈകളിൽ ഭദ്രമാക്കണമെന്ന ലക്ഷ്യത്തോടെ ദർശനം സാംസ്കാരിക വേദിയുടെ മഞ്ചാടിക്കുട്ടം കുട്ടികളുടെ വേനലവധി ക്യാമ്പിന് തുടക്കം. കാളാണ്ടി താഴത്ത് 12-ന് ആരംഭിച്ച ക്യാമ്പ് 16 വരെ തുടരും. കുട്ടികളാണ് നാടിന്റെ സമ്പത്ത്, നാളെയുടെ സാരഥികൾ. വിജ്ഞാനം വില കൊടുത്തു വാങ്ങുന്ന ഇക്കാലത്ത് വിലതീരാത്ത അറിവിന്റെ മറ്റൊരു ലോകമുണ്ടെന്ന് കുട്ടികൾ തിരിച്ചറിയണം. ഭാഷ, പ്രകൃതി, ശാസ്ത്രം, സാഹിത്യം, കല, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പരിചയം സമ്പാദിക്കാൻ കുട്ടികൾക്ക് അവസരവും ഉണ്ടാവണം. വേനലവധിയുടെ സ്വാതന്ത്ര്യം രസകരമായി ചിലവിടുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആത്മവിശ്വാസവും നിറയണം. സ്നേഹ സഹോദരങ്ങളുടെ പങ്കുവയ്ക്കൽ മനുഷ്യനാവാനുള്ള ആദ്യ യോഗ്യതയാണെന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവും അഭിമാനവുമുള്ള കുട്ടികൾ ഭാവിയുടെ കടിഞ്ഞാൺ പിടിക്കും. വീടിന്റെയും നാടിന്റെയും മഹത്വം കുട്ടികളുടെ കൈകളിൽ ഭദ്രമാകണം. കുട്ടികളിലുള്ള സർഗവാസനകളും കുട്ടികളിലെ മനുഷ്യസ്നേഹവും തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വേനലവധി ക്യാമ്പ് ആരംഭിച്ചത്. മഞ്ചാടിക്കൂട്ടം എന്ന പേരിൽ മെയ് 12 മുതൽ 16 വരെ സാംസ്കാരിക വേദി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ബുധനാഴ്ച ബിനീഷ് P വാസു ക്യാമ്പിന് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം വേനലവധി ക്യാമ്പിലെ കുട്ടികൾ നട്ടുപിടിപ്പിച്ച മഞ്ചാടി തൈക്ക് വെള്ളം പകർന്ന് അതിഥികളും കുട്ടികളും ചേർന്നാണ് കഴിഞ്ഞ ദിവസം മഞ്ചാടിക്കൂട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വ്യാഴാഴ്ച M നാരായണൻ മാസ്റ്റർ, സൈമ ചെങ്കോട്ടുകാവ് തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച പഠന വിനോദയാത്രയുടെ ഭാഗമായി പെരുവണ്ണാമൊഴി ജാനകിക്കാടിൽ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തും. ശനിയാഴ്ച ക്യാമ്പിന് സമാപനമാകും. MK സജീവ് കുമാറാണ് ക്യാമ്പ് ഡയറക്ടർ. C-സ്റ്റെപ്പ് ഡയറക്ടർ N സിജേഷ്, കവി PK ഗോപി, വയലിനിസ്റ്റ് B ആര്യലക്ഷ്മി തുടങ്ങിയവർ സമാപന ദിവസം കുട്ടികളോടൊപ്പം പങ്കെടുക്കും. MA ജോൺസണാണ് ക്യാമ്പിന്റെ കോർഡിനേറ്റർ. P സിദ്ധാർത്ഥൻ, K രമേശൻ, സുധികുമാർ, VK സോമൻ, KP മോഹൻദാസ്, MK അനിൽകുമാർ, CN സുഭദ്ര തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട്. വാർത്തകളിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. വർണ്ണമത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട്. ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ. കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്ലക്സ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു. ഗോൾഡ് ഫിഷ് 2015. പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി ആംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി ആംല ജ്യൂസ്, നിവി
Amla juice. Many benefits in one fruit. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. 60 വയസ്സ് കഴിഞ്ഞ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് കോഴിക്കോട് സിറ്റി പൌരസമിതി വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. AK ശശീന്ദ്രൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താമരക്കുളം വാസുദേവൻ നമ്പൂതിരി, സെബാസ്റ്റ്യൻ മേനമ്പാടത്ത് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് ജില്ലയിലെ ശ്രദ്ധേയമായ സാമൂഹിക കലാ സാംസ്കാരിക സംഘടനയായ കോഴിക്കോട് സിറ്റി പൌരസമിതിയുടെ 22ാമത് വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്നു. സിറ്റി പൌരസമിതി പ്രസിഡന്റ് കൊടബന വേണു അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ AK ശശീന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിറ്റി പൌരസമിതി ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ, കേരള സംസ്ഥാന പ്രവാസികാര്യ വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് PMA സലാം, കേരള സംസ്ഥാന ആഭരണ നിർമ്മാണ തൊഴിലാളി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ, INTC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, കൌൺസിലർ CK രേണുകാദേവി, K രാജീവ്, K അനന്തൻ നായർ, M കുഞ്ഞിരാമനുണ്ണി, K റുഖിയ BV, P അനിൽ ബാബു, ഡിക്സൺ ഡിക്രൂസ്, RK വേലായുധൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ സിറ്റി പൌരസമിതി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ K ശോഭന, സ്വാതന്ത്ര്യ സമരസേനാനി P വാസു, കേരള ജനസമ്പർക്ക വേദി സംസ്ഥാന പ്രസിഡന്റ് NV ബാബുരാജ്, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് മൊഗവൂർ, DCC പ്രസിഡന്റ് KC അബു, സ്വാഗത സംഘം കൺവീനർ E ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. താമരക്കുളം വാസുദേവൻ നമ്പൂതിരി, ഗാന്ധിയൻ സാമൂഹിക പ്രവർത്തകൻ സെബാസ്റ്റ്യൻ മേനമ്പാടത്ത് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. 60 വയസ്സ് കഴിഞ്ഞ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷൻ അനുവദിക്കണമെന്ന് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമരങ്ങളെ ചോരയിൽ മുക്കി പരാജയപ്പെടുത്താനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതെന്ന് സാഹിത്യകാരൻ UK കുമാരൻ ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെയും GCRD കോഴിക്കോടിന്റെയും നേതൃത്വത്തിൽ ഗാന്ധിഗൃഹത്തിൽ ചേർന്ന ഉപ്പ് സത്യാഗ്രഹ സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരെ അറിഞ്ഞ് ജനകീയ സമരങ്ങൾക്ക് രൂപം കൊടുത്തയാളായിരുന്നു ഗാന്ധിജിയെന്ന് UK കുമാരൻ. ജില്ലാ സർവോദയ മണ്ഡലം സംഘടിപ്പിച്ച ഉപ്പ് സത്യാഗ്രഹ സ്മൃതി സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനികൾ വഹിച്ച പീഡനങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലുമാകില്ല. സമരങ്ങളെ ചോരയിൽ മുക്കി പരാജയപ്പെടുത്താനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അക്കാലത്ത് അതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഉച്ചിതമായ പോരാട്ടം നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാളികളോടുള്ള ജില്ലാ സർവോദയ മണ്ഡലം പ്രസിഡന്റ് U രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി P സുരേഷ് ബാബു, C കൃഷ്ണമോസ്, P വാസു, T ബാലകൃഷ്ണൻ, TK അസീസ് എന്നിവർ സംസാരിച്ചു. CMI സഭ പ്രിയോർ ജനറൽ റവറൻഡ് ഫാദർ പോൾ അച്ചാണ്ടിക്ക് ചാവറ കൾച്ചർ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ സെന്റർ പ്രസിദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ വഴികളിലൂടെ പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ S രാധാകൃഷ്ണൻ ആദ്യപ്രതി സ്വീകരിച്ചു. CMI സഭ പ്രിയോർ ജനറൽ റവറൻഡ് ഫാദർ പോൾ അച്ചാണ്ടിക്ക് ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണത്തെ തുടർന്ന് ചാവറ കൾച്ചർ സെന്റർ പ്രസിദ്ധീകരിക്കുന്ന വിശുദ്ധിയുടെ വഴികളിലൂടെ പുസ്തകം ഫാദർ പോൾ അച്ചാങ്കണ്ടി ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ S രാധാകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് കർഷകരോടും ഇടയന്മാരോടും ആയിരുന്നു. ശാസ്ത്രീയമായി കൃഷിക്കാരെ പഠിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ നടത്തുന്ന ഒരു ട്രെയിനിങ് സെന്ററിലായിരുന്നു ഇന്ന് രാവിലെ. ഇപ്പോ ശാസ്ത്രത്തിന് സ്ഥാനമില്ലാത്ത നന്മയ്ക്ക് മനുഷ്യനന്മയ്ക്ക് മാത്രം സ്ഥാനമുള്ള ചില കർഷകരോടും ഇടയന്മാരോടും ഫാദർ ജോസഫ് ഫൈലിൽ അധ്യക്ഷം വഹിച്ചു. ഫാദർ ജോർജ് പുഞ്ചായിൽ, സിസ്റ്റർ ബീന ജോസ്, ഡോക്ടർ A അച്യുതൻ,
ഡോക്ടർ കെ സുഗതൻ, എം രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 133ാമത്തെയും മലേഷ്യയിലെ ആദ്യത്തേതുമായ ഷോറൂം കോലാലംപൂരിലെ മസ്ജിദ് ഇന്ത്യയിൽ ബ്രാൻഡ് അംബാസഡർ കരീന കപൂർ ഉദ്ഘാടനം ചെയ്തു. മലേഷ്യൻ യുവജനത സ്പോർട്സ് മന്ത്രി ദാത്തോക് ശരവൺ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്റർനാഷണൽ കോർപ്പറേറ്റ് മാനേജിംഗ് ഡയറക്ടർ ഷംലൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP അബ്ദുൾ സലാം, AK നിഷാദ്, സോണൽ ഹെഡ് ഉവൈസ് K എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ സംസ്ഥാന ജാഥ മെയ് 15, 16, 17 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. 15 ഉച്ചയ്ക്ക് 2 മണിക്ക് തൊട്ടിൽപ്പാലത്ത് വെച്ച് ജില്ലയിൽ പ്രവേശിക്കുന്ന ജാഥ കക്കട്ട്, കല്ലാച്ചി, ഓർക്കാട്ടേരി, വടകര, പയ്യോളി, കൊയിലാണ്ടി, ബാലുശ്ശേരി, പേരാമ്പ്ര, കക്കുടി, കോഴിക്കോട്, ഫറോക്ക്, പൂവാട്ടുപറമ്പ്, ഓമശ്ശേരി, മുക്കം കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. മെയ് 26, 27 തീയതികളിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന അതിജീവന അഖണ്ഡ സത്യാഗ്രഹത്തിന്റെ സന്ദേശമുയർത്തിയാണ് ജാഥ നടക്കുന്നത്. കോഴിക്കോട് ജില്ലാ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മണൽവാരൻ അനുവാദം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് 15 മുതൽ കോഴിക്കോട് ജില്ലാ കലക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. PK മുകുന്ദൻ, VK സിദ്ധാർത്ഥൻ, M സുരേന്ദ്രൻ, GK വിജയൻ എന്നിവരാണ് നിരാഹാര സമരം നടത്തുന്നത്. പ്രകൃതി സംരക്ഷണ സമിതി പാരിസ്ഥിതികം 2015 എന്ന പേരിൽ മലബാർ മേഖല പരിസ്ഥിതി ശില്പശാല സംഘടിപ്പിക്കുന്നു. മെയ് 16, 17 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന മലബാർ മേഖല പരിസ്ഥിതി ശില്പശാല മനുഷ്യരാശിക്കൊപ്പം മണ്ണും ജലവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യും. 16 ഗാന്ധിഗൃഹത്തിൽ രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണിക്ക് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ A. അച്യുതൻ ഉദ്ഘാടനം ചെയ്യും. 17 ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിപാടി. 6:30 നടക്കുന്ന യോഗ പരിശീലനത്തോടെ പരിപാടികൾ ആരംഭിക്കും. ബഹുജന സമ്പർക്ക പരിപാടി, സാംസ്കാരിക പരിപാടി, സംഘടനാ ചർച്ച, പ്രവർത്തന രൂപം തയ്യാറാക്കൽ എന്നിവയും ദ്വിദിന ശില്പശാലയിലുണ്ട്. സ്വയംഭരണ പദവി ലഭിച്ച കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ നടപടികൾ +2 ഫലം വരുന്നതോടെ ആരംഭിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. അപേക്ഷകർ കോളേജ് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷ ഫോറം ഓൺലൈൻ വഴി സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ ലഭിക്കും. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിസ് കേരളയുടെ 28ാമത് വാർഷിക സമ്മേളനവും 85ാമത് സംസ്ഥാന ശാസ്ത്ര സെമിനാറും കോഴിക്കോട് വെച്ച് നടക്കും. മെയ് 16 തീയതി ശനിയാഴ്ച കോഴിക്കോട് കിങ്ഫോർട്ട് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും പുതിയ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. 17 ഞായറാഴ്ച കോഴിക്കോട് ടാഗോർ സെൻട്രൽ ഹാളിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ശാസ്ത്ര സെമിനാർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറും ഉദ്ഘാടനം ചെയ്യും. എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേരാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരു ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. IEE മേഖലാ ശാസ്ത്ര കേന്ദ്രം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെയ് 16 ശില്പശാല. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്പോർട്സ് ഡീലർ കോസ്മോ സ്പോർട്സ് സ്പോൺസർ ചെയ്യുന്ന ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മെയ് 25 നടക്കും. VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ 11, 13, 15, 17, 19 വിഭാഗം ബോയ്സ്, ഗേൾസ്, മെൻ, വിമൻ, മാസ്റ്റേഴ്സ്, വെറ്ററൻസ് എന്നിവ കൂടാതെ 15നും 19നും മെൻസ് എന്നീ കാറ്റഗറിയിൽ മിക്സഡ് ഡബിൾസ് മത്സരങ്ങളും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 13ാമത് സാവിത്രി ദേവി സാബു മെമ്മോറിയൽ ഓൾ കേരള ജൂനിയർ റാങ്കിംഗ് പ്രൈസ് മണി ബാഡ്മിന്റൺ ടൂർണമെന്റ് ജൂൺ 6 മുതൽ 7 വരെ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈം മാപ്പിംഗ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കോഴിക്കോട് നടന്നു. സംരക്ഷിത സ്മാരകമായ ഫറോക്കിലെ ടിപ്പുവിന്റെ കോട്ട തകർച്ചയിലേക്ക്. സർക്കാരിന്റെ അവഗണനയാണ് ഇതിന് കാരണമെന്ന് ചരിത്ര ഗവേഷകർ. കൂലി വർധനവ് ആവശ്യപ്പെട്ട് കോഴിക്കോട് ചെമ്പോട്ടി തെരുവിലെ EM തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രദേശത്ത് പ്രകടനവും പൊതുയോഗവും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Golden Diamonds. Celebrate the beauty of life.